Hare Krishna, Hare Krishna, Krishna Krishna. ശ്രീല പ്രഭുപാദിന്റെ ശിഷ്യനായിട്ടുള്ള സിദ്ധാന്തദാസ് എഴുതിയ പുസ്തകത്തിൽ നിന്ന് വായിച്ചാണ് മെമ്മറീസ് ഓഫ് ശ്രീല പ്രഭുപാദ് എന്നാണ്. അപ്പം അതിൽ ഓരോ മുതിർന്ന ശിഷ്യന്മാരും പ്രഭുപാദുമായിട്ട് ഇടപഴകുമ്പം അവർക്ക് അവരുടെ മനസ്സിൽ തട്ടുന്നതായിട്ടുള്ള ചില സന്ദർഭങ്ങളുണ്ട്. അതാണ് അവരങ്ങനെ പറയുന്നത്. ചിലർ ബുക്കായിട്ട് എഴുതിയിട്ടുണ്ട്, ചിലർ ബുക്ക് എഴുതിയിട്ടില്ല. അപ്പം ബുക്ക് എഴുതാത്ത ആൾക്കാർക്കും കൂടെ ഒരു അവസരം കിട്ടാനാണ് സിദ്ധാന്ത പ്രഭു ഇങ്ങനെ എല്ലാവരുടെയും അടുത്ത് പോയി ഇന്റർവ്യൂ ചെയ്താണ് അദ്ദേഹം ഇതെല്ലാം രേഖപ്പെടുത്തുന്നത്. അപ്പം അതിൽ ഒരു വായിച്ചൊരു യദുബര പ്രഭു എന്ന് പറഞ്ഞൊരു പ്രഭു ഉണ്ട്. ഇപ്പം റീസെന്റ് നമ്മൾ പ്രഭുപാദിന്റെ മൂവിയൊക്കെ ഇറക്കിയ അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ വൈഫും ഈ വീഡിയോയും അങ്ങനത്തെ ഇതൊക്കെ വിശാഖ ദേവിദാസ് സിമാജി ഒരു ബുക്കൊക്കെ എഴുതിയിട്ടുണ്ട്, നല്ല ബുക്ക്. അപ്പം പ്രഭുവിന്റെ ഒരു സാക്ഷാത്കാരം പറയാണ്. അപ്പൊ തുടക്കത്തില് പ്രഭുവിന് കൊടുത്ത സേവനം ഫോട്ടോസൊക്കെ എടുക്കാനാണ്. പ്രഭുപാദ് ഒരു ടെമ്പിളിൽ വരുമ്പം അദ്ദേഹത്തിന്റെ ഫോട്ടോസ് എടുക്കുക, ഡേറ്റീസിന്റെ ഫോട്ടോസ് എടുക്കുക, ഈ ഫെസ്റ്റിവലിന്റെ ഒക്കെ ഫോട്ടോസ് എടുക്കുക എന്നുള്ളത്. അപ്പൊ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഫോട്ടോഗ്രാഫി ഇഷ്ടമാണ്. അപ്പൊ അദ്ദേഹം പ്രഭുപാദൊക്കെ വരുമ്പോൾ എപ്പോഴും ഫോട്ടോസ് എടുത്ത് നടക്കും. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പം അദ്ദേഹം ചിലപ്പം ഈ വിഗ്രഹമൊക്കെ തുറക്കുമ്പം നമ്മൾ നമസ്കരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റൂലല്ലോ. അപ്പൊ അദ്ദേഹം അത് സ്കിപ്പ് ചെയ്യും, ആ ഫോട്ടോസ് ഇങ്ങനെ എടുക്കും. അപ്പം ഇങ്ങനെ പ്രഭുപാദ് ഉള്ള ദിവസവും ഉള്ളൊരു ടെമ്പിളിലും ഇതേപോലെ അദ്ദേഹം ഇങ്ങനെ ഫോട്ടോസ് എടുത്തോണ്ട് നടക്കുമായിരുന്നു. അപ്പം പ്രഭുപാദ് തന്റെ പേഴ്സണൽ സർവന്റിനെ വിളിച്ചിട്ട് യദുബരെ വിളിക്കാൻ പറഞ്ഞിട്ട് പ്രഭുപാദ് പറഞ്ഞു, അദ്ദേഹം അടുത്ത് വന്നപ്പോൾ പ്രഭുപാദ് പറഞ്ഞു, യു ഷുഡ് ആൾവേസ് ബൗ ഡൗൺ എന്ന്, എപ്പോഴും നീ നമസ്കരിക്കണം എന്നുള്ള കാര്യം പ്രഭുപാദ് നോട്ട് ചെയ്തു. അദ്ദേഹം ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പം അത് അങ്ങനെ പ്രഭുപാദ് പറഞ്ഞു കൊടുത്തു. അപ്പൊ അത് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ഒരു പേഴ്സണൽ ഇൻസ്ട്രക്ഷൻ ആയിട്ടാണ് അദ്ദേഹം തോന്നിയത്. അപ്പൊ അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിന്റെ സാക്ഷാത്കാരമായിട്ട് പറയുന്നത്, എങ്ങനത്തെ സേവനമായാലും അത് ആ സേവനത്തിന്റെ ഭാവം വളരെ പ്രാധാന്യമാണ്. നമുക്ക് ഗുരുവിന്റെയും കൃഷ്ണന്റെയും കാരുണ്യം കൊണ്ടാണ് സേവനം ചെയ്യാൻ പറ്റുന്നതെന്നുള്ള ബോധ്യം എപ്പോഴും വേണം. അതുകൊണ്ട് എപ്പോഴും നമ്മൾ എന്ത് സേവനം ചെയ്താലും നമ്മൾ വിഗ്രഹത്തിന്റെ മുമ്പിലും ഗുരുവിന്റെ മുമ്പിലും നമസ്കരിക്കണം എന്നുള്ള കാര്യം അന്ന് പ്രഭുപാദ് മനസ്സിലാക്കി തന്നു എന്നുള്ളത് ഇതുവരെ പ്രഭു പറഞ്ഞു.